ചിക്കന് ഗ്രില്ല് ചെയ്യാൻ പോട്ടെന്ന് നമ്മൾ കുക്കിംഗ് അറിയുന്ന സുഹൃത്തുക്കളുടെ കൂടെ നടന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ വീഡിയോക്ക് താഴെ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിട്ടാ, എന്നെങ്കിലും നിങ്ങൾ ഒരു കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ വീട്ടിൽ 2 ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്നത് രാവിലെ അല്ല ഉച്ചക്കും അല്ല, ഏകദേശം ഒരു 10-12 മണിൻ്റെ ഇടയിലൊക്കെ ആയിട്ടാവും വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പൊറോട്ട അങ്ങനെ എന്തെങ്കിലും സംഭവം കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്നാൽ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഗ്രില്ലിൽ ചിക്കന് വെച്ച് ഇവിടെ കടലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് മസാല കൂട്ടിയെന്നുള്ള അറിയേണ്ടത്, അത് ആദ്യം നമുക്കൊന്ന് പോയി കണ്ടുവരട്ടോ. അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങയുടെ നീര്, തൈര്, കട്ട തൈര് ഇട്ടാ, പിന്നെ നമ്മുടെ സുർക്ക, വിനാഗിരി എന്നൊക്കെ പറയില്ല, ആ സംഭവം കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ യൂസ് ചെയ്തത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ആ ഒരു കളർ ഉണ്ടല്ലോ, റെഡ് കളർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ഇടാൻ മറന്നു പോയിട്ടാണ്, ആ സമയത്തിന് ഇട്ട് കൊടുക്കണം ബെറ്റർ. അപ്പോൾ അതൊന്ന് മറന്നുകൊണ്ട് പിന്നെ അതിന് ശേഷം ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ തിരിച്ചിടാൻ കുറച്ച് വൈകിയതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞ പോലത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ശരിക്കും വേവായിട്ടൊന്നുമില്ല കേട്ടോ, ആവണുള്ളൂ. കോഴിമുട്ട പൊരിച്ചിട്ട് അതുപോലെ തന്നെ ചായ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള കുക്കിംഗ് സ്കില്ല് കാര്യങ്ങൾ മാത്രമേ നമുക്ക് വശമുള്ളൂ കേട്ടോ. അതിൽ അപ്പുറത്തേക്കുള്ള വലിയ കുക്കിംഗ് സ്കില്ലൊന്നും ഐഡിയ ഇല്ല. പക്ഷെ നമുക്ക് കുക്കിംഗ് ഇപ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെ ഇനി ഓരോന്നും ഇങ്ങനെ പഠിച്ച് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിങ് ആണ്. അതിലിടയ്ക്ക് നല്ല കുക്കിംഗ് അറിയണ നല്ല സുഹൃത്തുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അവരെ അടുത്തുള്ള വീഡിയോസ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുത്തേക്കിട്ട് വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലതൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെ ഒരവസ്ഥയിലായിട്ടുണ്ട്. എന്നാലും വേവായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു പീസ് എടുത്തിട്ട് നോക്കാം വേവയ്ക്കണമെന്നുള്ളത് ജസ്റ്റ് നോക്കാം. നല്ല ചൂടുണ്ട്, ഏകദേശം ഉള്ളു വേവായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടാണ്. സംഭവം അടിപൊളി കേട്ടോ. ഓയിൽ ഫ്രീ ആയിട്ടുള്ള സാധനമാണ്. മസാല നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, ഉപ്പ് ഇത്തിരി കൂടി പോയിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. അങ്ങനെയല്ല, നമുക്ക് ഗസ്റ്റ് വരില്ല, അവരോട് തന്നെ നമുക്കിത് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്നുള്ളതൊക്കെ ചോദിച്ചു നോക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ ഗ്രിൽഡ് ഇതാ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ അരിഞ്ഞു പോയി. പിന്നെ നമ്മുടെ ആദ്യ ശ്രമമാണ്. നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ കേട്ടോ. അടുക്കളയിൽ പെണ്ണുങ്ങൾ പേറുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് സിമ്പിളാന്ന് വിചാരിക്കും, പക്ഷേ ഒരു സംഭവം തന്നെയാണ്. കണ്ടില്ല, ഈ ഒരു റെഡിഷും ഈ ഒരു ബ്ലാക്ക് കളറും കൂടി കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങനെ നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. അവർക്ക് പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് അറിയാം? ഷിബു ഇങ്ങോട്ട് നോക്ക്. നമ്മൾ അയങ്കലം ഫിഷ് ഫാമിൽ പോകുന്ന സമയത്ത് നമുക്ക് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി തരലും അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണ ആൾക്കാരാട്ടാ. ഇപ്പം ഇന്ന് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഗ്രില്ലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ, അവിടെ നമ്മൾ വാളയും മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാലോ. ഇന്ന് നമ്മൾ ഓൺ മേക്കിംഗ് ആട്ടാ. സൂപ്പറായിരുന്നല്ലേ? ഉപ്പ് കൂടുതലുണ്ടാ? വാങ്ങണല്ലേ? എന്താ പാട്? എന്നാലും എന്തെങ്കിലുമൊക്കെ പറയട്ടോ. അടിപൊളി സൂപ്പറാന്നല്ലാതെ മസാലക്ക് രസണ്ടാ? ഇപ്പൊ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ കണ്ടത്. അതേക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം.